ഇറങ്ങി വരികയാണ്. ഗിഫ്റ്റ് തന്നോ? ഇങ്ങോട്ട് ഒന്നാന്തരം കൊന്തയും കുരിശും. പിതാവ് അങ്ങനെ പറഞ്ഞു, ഞാൻ എല്ലാവരും കൊടുത്ത് ഇത് PC നിർത്തേവ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നതാ. അത് എനിക്ക് മാത്രമാ. ഇത് കണ്ടില്ലേ, പിതാവ് തന്നതാ. എന്നാ ചർച്ച? അതൊന്നും ചർച്ച ചെയ്യാൻ പറഞ്ഞത്. അതൊക്കെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടി. പല കണ്ണങ്ങാട്ട് പോയത് ഇപ്പം തന്നെ കല്യാണത്തിന് പോയതാ. ഇത് 100 വർഷമേ എന്നാ ഈ പറയുന്ന ഒരു പിതാവ്. അത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പള്ളിക്കാപ്പുറ പിതാവിൻ്റെ ചേട്ടൻ 96-ാമത്തെ വയസ്സിൽ മരിക്കുകയും. അപ്പോൾ അടക്കിന് ഞാൻ അവിടെ ചെന്നിരിക്കുക. അപ്പം ഞാൻ ഡെഡ് ബോഡി അവിടെ പുറയുന്നു വന്ന് തന്നെ ആരോ കെട്ടിപ്പിടിച്ച്. ഞാൻ നോക്കി പിതാവാ, നല്ല ആരോഗ്യമാണ്. ഇന്നിപ്പോൾ പുള്ളിക്ക് കാലിന് മുട്ടിന് പൊട്ടലുണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എങ്കിലും എല്ലാ കാര്യവും ഓർമ്മയുണ്ട്. നല്ല സുന്ദരമായിട്ടിരിക്കുന്നു. ദൈവനിച്ച് ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നല്ലേ. നിനക്ക് ഇതല്ല വേറെ ഞാൻ ഇത് മെത്രാൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുറേ കൊന്തയും കിട്ടുകാത്ത സൈസ് കൊന്തയൊക്കെ തന്നു. അതൊക്കെ മേടിച്ചു. വളരെ സന്തോഷം. പിതാവിൻ്റെ ആശംസയെ അനുഗ്രഹിച്ചു, തല കൈ വെച്ച് അനുഗ്രഹിച്ചു. എടി പോളെ ദീപിക എന്നെ ആരും ഫാരിസ് നോക്കറുടെ പത്രം അതിൻ്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ കേട്ടോ. ബിഷപ്പ് ഇത് സംശയമുണ്ടോ? അത് അങ്ങനെ 2-3 ഉള്ള നീ ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ടു 2-3 ഉള്ളു. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് പാരീസ് വോക്കറാണല്ലോ. പാരീസ് വോക്കറിന്റെ പത്രമല്ലേ, അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതുന്നതാണ്. പാരീസ് വോക്കറിന്റെ ആണെന്നുള്ളത് എനിക്കറിയാമല്ലോ. നീ ഏതാ? നീ ജനിച്ച നിന്റെ അപ്പനെ മാറ്റുമോ? നീ എനിക്ക് സൗകര്യമില്ല. വർത്താനം പറഞ്ഞു ഇങ്ങനെ കുറേ ഉണ്ടേ ഈ ഇത്തിക്കണ്ണിയായിട്ട് ഗുണമില്ലാത്തവന്മാരെ. മാന്യമായിട്ട് ഇറങ്ങി വന്നത് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റേ. ഉടനെ മറ്റു വർത്താനം പറയാമോ?